കൊല്ലം ഷാഫി. ഷാഫിക്ക് ശരിക്കും എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. എല്ലാവരും കേട്ടിട്ട് എന്താ പറയുക, ഹിറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. പക്ഷെ ഇത്ര കൊല്ലം ഇത്ര അടുത്ത് കിടന്നിട്ടും ഞങ്ങൾ തിരുവനന്തപുരംകാർ ഇത്രയും അറിഞ്ഞില്ല. ഇവിടുത്തെ കൊല്ലം ഞാൻ ആ കൊല്ലമല്ല, കോഴിക്കോട് ജില്ലയിൽ ഒരു കൊയിലാണ്ടിക്ക് അടുത്തൊരു കൊല്ലമുണ്ട്. അവിടെ ഒരു കൊല്ലമുണ്ടോ? അയ്യോ, എന്നാൽ ഞങ്ങൾക്ക് എനിക്കറിയാമല്ലായിരുന്നു കേട്ടോ സത്യം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ നമ്മുടെ എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു കൊല്ലത്തിൽ നിന്നായിരിക്കും വരുന്നതെന്ന്. ശരിക്കും ഈ കൊല്ലമായിട്ട് അതിനൊരു റിലേഷൻ ഉണ്ട്. ആണോ? ഞങ്ങളുടെ നാട്ടിൽ വളരെ പ്രശസ്തമായ വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, പിഷാരിക്കാവ്. അവിടെ കാളിയാട്ട മഹോത്സവം നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഭഗവതിയുടെ സഹോദരി ആണ് കൊല്ലത്തുള്ളത്. ഈ കൊല്ലത്തുള്ള ഭഗവതിയുടെ സഹോദരിയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇവിടുത്തെ കാർമ്മികളെല്ലാം വന്നിട്ടാണ് അവിടുത്തെ ഉത്സവത്തിന്റെ ആ സമയത്ത് വന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് കൊല്ലം എന്ന് ശരിക്കും പന്തലായനിയാണ് സ്ഥലത്തിന്റെ പേര്. ചരിത്രത്തിൽ ഹിസ്റ്ററിയിലുള്ളതാണ്. പന്തലായനി തീരം കച്ചവട തീരമായിരുന്നു. അവിടെ വാസ്കോഡ ഗാമയും മറ്റും കപ്പലിറങ്ങിയ സ്ഥലങ്ങളും ഒക്കെ അവിടെ തന്നെയാണ്. കാപ്പാടിന്റെ മറ്റൊരു തീരം, അപ്പുറത്തുള്ളൊരു തീരമാണ് കൊയിലാണ്ടി കൊല്ലം. ശരിക്കും അവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട്, കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും അറിയണ്ട. അവിടെ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ പോലെ ചെറിയ ആളെ ഭാഗ്യം. എൻ്റെ നാട്ടിലെ ഏറ്റവും ചെറിയ കലാകാരൻ ഞാനാണ്. കാരണം ബാക്കിയുള്ളവർ നല്ല ബ്രില്യൻ്റ് ആണ്, പക്ഷേ ഈ മേഖല തിരഞ്ഞെടുത്തില്ല. ജീവിതത്തിൻ്റെ വിവിധ തിരക്കുകളിൽ പെട്ട് പ്രവാസികളായിപ്പോയി, മറ്റ് പല ജോലികളിലുമായിപ്പോയി എന്നുള്ളൂ. ഇത്രയും കലാകാരന്മാരുള്ള ഒരു നാട്ടിൽ നിന്ന് പലർക്കും വരാൻ പറ്റിയില്ല, പലർക്കും ഈ കലയിൽ പ്രോത്സാഹിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവരവരുടെ ആവശ്യത്തിനായിട്ടും ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രവാസികളായി എന്ന കാര്യങ്ങളിലേക്ക് ചുമതല ഏർപ്പെട്ടു എന്ന് പറഞ്ഞു. ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പിരിഞ്ഞു പോകാൻ, കലയോട് ഇത്രയും സ്നേഹിച്ചിട്ട്? അല്ല, അവസരങ്ങൾ ഇന്നത്തെ പോലെ അവൈലബിൾ ആയിരിക്കില്ല, അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് 400 സംതിങ് കൊല്ലം, 500 കൊല്ലത്തിൻ്റെ അടുത്ത് ചരിത്രം പറയപ്പെടുന്ന പാരമ്പര്യമുള്ള ഒരു മേഖലയാണ്. നമ്മളൊരു ഫോക്ക് സെക്ഷൻ ആണെങ്കിലും കൂടെ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിനകത്തേക്ക് കടന്നു ചെല്ലാൻ ഇത്തിരി ധൈര്യവും, അതുപോലെ മാപ്പിളപ്പാട്ടിന് ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ മാപ്പിളപ്പാട്ടുകാരനാകാന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പോയിട്ട് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അതുകൊണ്ടായിരിക്കണം അന്നത്തെ കാലത്ത് ലെജൻസുകളുടെ പാട്ടുകൾ കേട്ട് ആ ക്ലാസിക്കൽ ലെവൽ സോങ്സിനെ ബഹുമാനിച്ച് മാത്രം ലിപി വാമൊഴി മാത്രമുള്ള ലിപിയില്ലാത്ത ഭാഷകളിൽ, സങ്കര ഭാഷകളിൽ മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള, പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ്, അതുപോലെ ഒരുപാട് കവികൾ സൃഷ്ടിച്ചു വെച്ച ആ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഏരിയയിലേക്ക് എൻ്റെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് പാടാൻ അറിയുമെങ്കിലും കൂടെ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളൊരു എന്താ പറയുക തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഇന്നത്തെ പോലെ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കാൻ മീഡിയകളില്ല. എനിക്കിപ്പോൾ ഞാൻ സ്ക്രീനിൽ മാത്രം കണ്ടു പരിചയമുള്ള, ഞാനിപ്പോൾ ആ അത്ഭുതം എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടില്ല. അനുചേച്ചിയുടെ അടുത്ത് വന്നിരിക്കാൻ സാധിക്കുന്നത് വലിയ ഒരു ഭാഗ്യം. നമ്മൾ ഒരിക്കലും ആ സിനിമകൾ കണ്ടിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഭാവിയിൽ ഇതേപോലെ ഇവിടെ വന്നിരിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ചെറിയ നാട്ടിൽ നിന്നുകൊണ്ട്, ചെറിയ ഏരിയയിൽ നിന്നുകൊണ്ട് അങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് തോന്നുക പോലുമില്ല. ഇന്നിപ്പോൾ അതല്ല, ഒരുപാട് ചാനൽസ്, നിങ്ങൾ അമൃത TV അടക്കമുള്ള ചാനൽസ് ഒരുപാട് പ്രതിഭകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അന്ന് ഒരു റേഡിയോ സ്റ്റാർ മാത്രം, എൻ്റെ ചെറുതിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് റേഡിയോ സ്റ്റാറുകൾ എന്ന് പറയുന്ന റേഡിയോത്തിൽ പാടാം, അവിടെ പോലും ചെല്ലാൻ പലർക്കും ഭയമായിരുന്നു, പേടിയായിരുന്നു. എങ്ങനെ പോണം, ആരെ കാണണം, അത് ബഹുമാനാണ്, ഈ ഒരു മേഖലയോടുള്ള ബഹുമാനാണ്. അതാ. പക്ഷെ എപ്പോഴും മലബാറുകാരാട്ടെ മാപ്പിളപ്പാട്ടില് പേരെടുക്കുന്നത്. അപ്പൊ ഷാഫി എങ്ങനെ ഇതിലേക്ക് വന്നത്? ഞാൻ ആക്ച്വലി ചെറിയൊരു മിമിക്രിക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണൽ ട്രൂപ്പുകളിലൊന്നും പോയ ആളല്ല. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഞങ്ങൾ കോമഡി കൊല്ലം എന്ന് പറഞ്ഞിട്ട് നാട്ടിൻ്റെ പേരും ചേർത്ത്, സുനിൽകുമാർ, ഞാൻ, പ്രകാശൻ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മിമിക്രി ആയിട്ട് നടന്ന സമയത്ത് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടുകളെ ഹൃദയത്തിലേറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും പ്രയാസങ്ങളൊക്കെ മറക്കാൻ വേണ്ടി പാട്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന, മരുന്നും ഒക്കെ. അപ്പോൾ അതിന് കൂടെ ചേർന്ന് പാടാൻ വേണ്ടി മുഹമ്മദ് റഫീ സാഹിബിൻ്റെ പാട്ടുകളായിരുന്നു ഇഷ്ടം. ഉമ്മ ഹൈദരാബാദിയാണ്, ഉപ്പ മലയാളിയാണ്. അപ്പോൾ ഉറുദു മീനിങ് അറിയാം. ചെറുതിലെ റഫീ സാഹിബിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ, കിഷോർദാൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ മീനിങ് അറിയുമ്പോൾ ചെറുതായിട്ട് ശ്രമം നടത്താം, ശ്രമിക്കാം. അപ്പോൾ അതിങ്ങനെ ട്രൈ ചെയ്യും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ നന്നായിട്ടുണ്ടാന്നൊക്കെ പറയും. അപ്പോൾ മാക്സ് ഓർക്കസ്ട്ര ഒരു സലാംക്ക് ഉണ്ട്, അദ്ദേഹം ഒരു അവസരം തന്നു മിമിക്രിയുടെ ഇടയിൽ. പിന്നെ ഞാൻ ഒരു പാട്ടൊക്കെ അവതാരകനായി പോയി, ആങ്കറിങ് ചെയ്യാൻ പോയി. അതിനിടയിൽ പാടി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് മാപ്പിളപ്പാട്ടുകളും
ചെറുതായിട്ട് പാടി തുടങ്ങി. പിന്നെ സ്വന്തമായിട്ടൊരു ആൽബം ഉണ്ടാക്കണം എന്ന് തോന്നി. അതിനുള്ള ധൈര്യം താജുദ്ദീൻ വടകര നെഞ്ചിനുള്ളിൽ നീയാണെന്ന് അദ്ദേഹം പാടിയ ആ പാട്ടിന് കിട്ടിയ പോപ്പുലാരിറ്റിക്ക് എനിക്ക് മനസ്സിലായി ഭയങ്കര സാഹിത്യമൊന്നും വേണ്ടി വരില്ല ഇന്നിൻ്റെ ആസ്വാദകർക്ക്. അപ്പോൾ നമുക്ക് ഒരു കൈ നോക്കാം. അങ്ങനെ എൻ്റെ എല്ലാ കിനാവുകളും കൂടി ചേർത്ത് വെച്ച് കിനാവ് എന്ന് പേരിട്ട് വൈഫിനെ കിട്ടിയ അതേ വർഷം തന്നെ അവളെ കല്യാണം കഴിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പം അവളുടെ സ്വർണത്തിൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ പണയം വെച്ച്, അല്ലാതെ വേറെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അതിൽ നിന്ന് ഒരു കിനാവ് എന്ന് പറഞ്ഞ വർക്ക് ഇറക്കി. ഇതാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി. അതിനകത്ത് എങ്ങനെയാണ് ഇത് ആരെ സമീപിക്കണം എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ കൊച്ചിൻ ഷമീർ എന്ന് പറയുന്ന ഒരു വടകരക്കാരനായ നല്ലൊരു മ്യൂസീഷ്യൻ, ഓൾറെഡി ഒരുപാട് പാട്ടുകൾ പുള്ളിയുടെ ഹിറ്റ് അന്നുണ്ട്. ഞാൻ അയാളുടെ ഒരു ആരാധകനാണ്. അങ്ങനെ പോയിട്ട് മടിച്ച് പറഞ്ഞു കുറച്ച് പാട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ എഴുതിയതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ട്യൂൺ ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിയുടെ ട്യൂൺ അതിനേക്കാൾ മികച്ചതാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് പുള്ളിനെ കൊണ്ട് ട്യൂൺ ചെയ്യിച്ചു. സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പുള്ളിയുടെ കൂടെ പോകണമല്ലോ. ഞാനീ പറഞ്ഞ പോലെ എൻ്റെ നാട്ടുകാരെ പേടി എനിക്കും ഉണ്ട്. പക്ഷേ അതൊന്ന് ഭേദിക്കാൻ വേണ്ടി ആ മറ നീക്കാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഷൈൻ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. ഒരു പാട്ട് ഞാൻ അതിനകത്ത് പാടി, ബാക്കി മറ്റുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗായകരെ കൊണ്ടൊക്കെ പാടിച്ചു. അതങ്ങനെ വലിയ ഹിറ്റൊന്നും ആയില്ല. അത് കഴിഞ്ഞ് ആക്സിഡൻ്റായി കിടത്തൊക്കെ ആയിപ്പോയി. ഞാൻ ചെറിയൊരു ബൈക്ക് ആക്സിഡൻറ്റിലൊക്കെ പെട്ട് അത് വല്ലാതെ മുന്നോട്ട് പോയില്ല. അപ്പോൾ ഇടയ്ക്ക് ഗാനമേളകൾക്ക് പോവുമായിരുന്നു. പിന്നീട് ഫാത്തിമ പോലെ എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു പേര് വെച്ചൊരു പാട്ട് വേണമല്ലോ. അന്ന് പേരിൻ്റെ ട്രെൻഡാണ്. 2-3 വർഷം അത് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ റെജില, എൻ്റെ വൈഫിനെ കുറിച്ച്, അവളെൻ്റെ മകന് ജന്മം നൽകാൻ വേണ്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങളവിടെ ഉണ്ട്. അങ്ങനെ വിട്ടു നിന്ന സമയത്ത് ഉണ്ടായ ഒരു വല്ലാത്തൊരു സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണെ റെജില. പറഞ്ഞു പോണ്ട, പാടിപ്പോവാ. സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണെ റജില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ, അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, അറബനമുട്ടിൻ്റെ താളമായി ആടിയുലഞ്ഞെൻ്റെ കൽവില്, വെള്ളിമണിക്കൊലുസണിഞ്ഞ പെണ്ണേ വെണ്ണിലവും മോഹിക്കും നിന്നെ. ഇത് തന്നെയാണോ വൈഫ്? ഞങ്ങൾ ഇങ്ങനെ ഒരു ഫിഗർ എടുക്കട്ടെ. തീർച്ചയായും ഫിഗർ എന്ന് പറയുന്നത് ഞാൻ ബിഹേവിങ് സ്വഭാവ രീതികൾ എന്നെക്കാൾ എന്തുകൊണ്ടും ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ആളാണ്. അല്ല ഞങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ വൈഫിനെ മിസ് ചെയ്തപ്പോ ഉണ്ടാക്കിയ പാട്ടാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഞാൻ കേട്ടപ്പോഴും എന്റെ പ്രേക്ഷകർ കേൾക്കുമ്പോഴും വൈഫിനെ പറ്റിയുള്ള ഫിഗർ ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് ആ കുട്ടി എന്നുള്ളത് മനസ്സിലായി. ഒരു പാവാണ്, ഒരു ഓർത്തഡോക്സ് ഫാമിലി, ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞാനും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിക്കുമ്പോൾ അതിൻ്റെതായ പ്ലസും മൈനസ് പോയിന്റ്സും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ അത് ഫേസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ മുന്നേ ഒരു മോൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇത്രയും പക്ക ഓർത്തഡോക്സ് ഫാമിലിയിലായതുകൊണ്ടും ഞാൻ ഈ കലയിലേക്ക് ഇറങ്ങിയത് കൊണ്ടും എൻ്റെ ബാപ്പായനെ പള്ളിയിൽ നിന്നും ഇറക്കി വിട്ടു, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഉണ്ടോ? ഓരോരുത്തരും കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമായ ഇസ്ലാം എന്ന് പറയുന്നത് ഇതിനെ വിശാലമായിട്ടൊന്നും വലിയ അറിവുള്ള ആളല്ല. പക്ഷെ നമ്മൾ ഈ നമ്മളെ ഈ വിശ്വാസം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാന ഘടകം എവിടെയാണ് കിടക്കുന്നത്, എന്താണ് ഇത് അനുശാസിക്കുന്നത് അറിയേണ്ട ഒരു കടമ എനിക്കുള്ളത് കൊണ്ട് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചെറുതിലെ ഇതിനെ അന്വേഷിച്ച് നടന്ന ഒരു അന്വേഷകനാണ്, ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് കലകളെയും സർഗസിദ്ധികളെയും ഒക്കെ ദൈവം തരുന്നതാണ്. അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ എല്ലാ പ്രോത്സാഹനവും ഇസ്ലാം നൽകുന്നുണ്ട്. എന്നാൽ അതിർവരമ്പുകളുണ്ട്. ദൈവചിന്ത ഉണ്ടാകുന്നതിനെയും ദൈവത്തിന് നിരക്കാത്തതൊന്നും ദൈവചിന്ത ഉണ്ടാകുന്നതിന് തടസ്സമാകുന്ന വിനോദങ്ങളെ വിലക്കിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ 6-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണോ അവൈലബിൾ ആയ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് അവരന്ന് പാടി. അത് നന്മകളായിരുന്നു പാടിയത്. അതിൻ്റെ ഇപ്പുറത്ത് ശത്രുക്കളായിട്ടുള്ള ആളുകൾ തിന്മകളെ പാട്ടുകളാക്കിയിട്ട് ഇവരെ കളിയാക്കിയിട്ട് ഒക്കെ ഉണ്ട്. ആ രണ്ട് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. ഏത് മേഖലയിലും ഇതിൻ്റെ രണ്ടിനും അതിൻ്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും, നന്മയും തിന്മയും ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ തിന്മയിലേക്ക് സംഗീതം നയിച്ചു പോകുമെന്ന് ഭയപ്പെട്ടത് കൊണ്ട് ആരോ ഏതോ പുരോഹിതന്മാർ എഴുതി വെച്ചാണോന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് അങ്ങനെ തെറ്റിദ്ധാരണ. ഒരുപാട് വേദനയോടുകൂടി പറയുകയും ചെയ്തു. സത്യമാണ്, അതൊരു വേദനയല്ലേ. ഒരു കഴിവ് ദൈവം തന്നിട്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിന്
ദൈവം തടസ്സപ്പെടുത്തുന്നില്ല. ദൈവം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ശബ്ദം ഇല്ലാതാവണം, തീർച്ചയായും അല്ലെ പാടാൻ കഴിയാതാവണം. തീർച്ചയായും ഞാനിതിനൊരു ചോദ്യം എന്നോട് പറഞ്ഞ ഒരാളോട്, തർക്കിച്ച ആളല്ല, എന്നോട് പറഞ്ഞ ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ച്, അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉസ്താദ്, ഇത് തെറ്റാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ഒരുമിച്ചെടുത്തിട്ട് ഒരു ദിവസം ഈ തെറ്റുകളെ ശരിയായിട്ട് ദൈവം നമ്മളോട് പറയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ തെറ്റുകളും ശരിയാക്കി തന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ 1000 പേര് ഒരു ഹാളിനകത്ത് നിന്ന് തെറ്റെന്ന് നിങ്ങൾ അടിവരയിട്ട എണ്ണം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. മദ്യപാനായാലും മറ്റെന്തായാലും സാധിക്കും 1000 പേർക്കും. പാടാൻ ഒരാൾ ആ 1000 പേരിൽ നമ്മൾ എല്ലാവരോടും പാടാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പാടാൻ പറ്റും? കറക്റ്റാണ്. എത്ര പേർക്ക് പാടാൻ പറ്റും? ദൈവം സ്പെഷ്യലൈസ് ചെയ്ത് ഇവിടെ അയച്ചിട്ടുള്ള അവൻ്റെ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വരശുദ്ധി കൊടുത്തിട്ടുള്ള താളബോധവും ശ്രുതിബോധവും ഉള്ള ആളുകൾക്ക് മാത്രമേ അവിടെ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാര് തന്നതാണ് ഈ അനുഗ്രഹം? അതിനെ തടയാൻ ജനത്തിന് എന്താ അവകാശമുള്ളത്? നമുക്ക് പറയാം, തെറ്റിലേക്ക് പോകരുത് ഇതിലൂടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അവനവൻ്റെ ജീവിതത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും കളങ്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ചെല്ലണ്ടെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയും പാട്ട് പാടണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കലയെ സ്നേഹിക്കണ്ടെന്നും പറഞ്ഞിട്ടേ ഇല്ല. കലാകാരന്മാർക്ക് വലിയ പിന്നെ സ്വന്തം ഒരു ഷോൾ ഉണ്ടായിരുന്നു, പട്ടുണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക്. അപ്പം തങ്ങൾ പല അന്നത്തെ ധനികരും അത് തരുമോയെന്ന് ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല, എത്ര പ്രതിഫലം പറഞ്ഞാലും. എന്നാൽ ഒരു പാട്ടുകാരന് അത് അസ്ഹാബുൻ സാബിത്ത്, അതുപോലെ കഅബുൻ സുഹൈർ റളിയല്ലാഹു തആല അങ്ങനെയുള്ള സഹാബക്കൾ, കവികൾക്ക് നബി ഇത് സമ്മാനിച്ചിരുന്നു എന്നാണ്. അപ്പം നബിൻ്റെ അനുചരന്മാരായ ഏറ്റവും അടുത്ത ഖലീഫമാർ 4 പേരും അത് നോക്കി നിന്നിട്ടുണ്ടെന്നാണ്. കാരണം അവർക്ക് പോലും കിട്ടാത്തൊരു പരിഗണന ഒരു കലാകാരന് നബി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഷാഫി പറയുന്ന പോലെ ഇപ്പം ഞാൻ ഈ പറയുന്നത് ആ ഉപ്പ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയിലെ മേലധികാരികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് ഒന്ന് ഒരു എളിയ റിക്വസ്റ്റ് ആയിട്ട് ചെയ്താൽ മതി. കാര്യം ആ ഒരു മകന്റെയും ഒരു അച്ഛൻ്റെയും മനസ്സ് ഇത്രയായാലും വേദനിച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാരം കിട്ടുന്നെങ്കിൽ, കാര്യം അത് ആ ഖുറാൻ പഠിച്ചിട്ട് പറഞ്ഞതും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടും പറഞ്ഞൊരു വ്യക്തി കേട്ടിട്ട് ഞാൻ ശരിവെക്കുകയാണ്. അതിനകത്ത് എനിക്കും ഒരു തെറ്റും തോന്നിയില്ല. അത് ഇന്ന മതം എന്നില്ല, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും എല്ലായിടത്തിലും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പാട്ടുകൊണ്ട് എൻ്റെ സ്വന്തം നാശമോ സമൂഹത്തിന്റെ നാശമോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് തെറ്റാണ്. ഞാൻ പാട്ടുകൊണ്ട് എൻ്റെ ഉപജീവനം, എൻ്റെ മഹീഷത്തായിട്ട് ഞാനിതിനെ എൻ്റെ ഉപജീവനായിട്ടും പാട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ, ഞാൻ കല പിന്നെ ഒക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടും നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കലയപ്പവും വേണം. പ്രത്യേകിച്ചും കലാപം ഇങ്ങനെ എപ്പോൾ പൊട്ടുമെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് കലാകാരന്മാർക്ക് ഐക്യപ്പെട്ട് അതിന് എതിരെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു നല്ല വഴി തുറന്നു കൊടുക്കാൻ കലക്കേ സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക.